അപ്പം എനിക്കിപ്പോൾ കുറച്ച് സങ്കടം വന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് കുരിയച്ചൻ്റെ പള്ളിയിൽ പോകുന്നു. അപ്പം നമുക്ക് അപ്പോൾ പോയാലോ? ഞങ്ങൾ വൈപ്പിനിന്ന് ജങ്കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് ട്ടോ പോണത്. അപ്പോൾ നേരത്തെ പോകുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആരുമില്ല. കാരണം നമുക്ക് ഒരു സമയം വരുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ വൈകിയാണെങ്കിലും മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളിക്ക് ഭ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളി എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ ഭ്രാന്തൻ കുരിയച്ചന് ഇഷ്ടപ്പെട്ട പൂമാലയും മെഴുകുതിരിയും ഞാനവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കളഞ്ഞുപോയ സാധനങ്ങൾ കണ്ടെത്തി തരും എന്നാണ് ട്ടോ ഇവിടുത്തെ പ്രധാന വിശ്വാസം. പക്ഷേ എനിക്ക് കളഞ്ഞുപോയത് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി മെഡിസിനൊക്കെ കഴിച്ച് നേരെ മൈജിയിലേക്ക് വന്ന് എൻ്റെ ചേട്ടനെയും കൂട്ടിയിട്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ വന്നത്. ഒരുപാട് നാളെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ പള്ളിയിൽ പോയി വന്നപ്പോൾ പെട്ടെന്ന് തോന്നി ഇതങ്ങോട്ട് വാങ്ങിയാലോന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജും ടി വി ഒന്നും ഇല്ല. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിയിട്ടോ. അപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി, ചേട്ടനും ഭയങ്കര സന്തോഷമായി. പൊതുവേ ഞാൻ നല്ല പിശിക്കാണ്ട്, കയ്യിൽ കാശുണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുണ്ടായുള്ളൂ. അനാവശ്യമായിട്ടൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ ഇത് അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്നാലും ഞാൻ നല്ല പിശിക്കാണ്. പക്ഷേ എന്തോ പള്ളിയിൽ പോയി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ത്വരയായിരുന്നു കേട്ടോ, എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. പക്ഷേ നല്ല ആഗ്രഹമായിരുന്നു വാങ്ങിക്കണമെന്ന്. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിച്ച്. പിന്നെ മന്തി വാങ്ങിച്ച്. നമ്മൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു സംഭവം ടി വിയിൽ വെച്ചത്. എന്താന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് ഒറ്റയ്ക്കല്ലാട്ടോ വാങ്ങിച്ചത്, ഞാനും ചേട്ടനും കൂടിയാണ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ടി വിയിൽ എന്താണെന്ന് വെച്ചാൽ മണിമേളത്തിൽ പണ്ട് ചേട്ടൻ ഡാൻസ് കളിച്ചൊരു പ്രോഗ്രാം ഉണ്ട്. അത് കണ്ടിട്ട് ചിരിക്കണേണ് ഞാനും അമ്മയും കൂടി ചേട്ടനെ കളിയാക്കണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.